എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുട്ടികൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കുറേ കമൻസും കുറേ ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കമ്പ്യൂട്ടർ കഴിവുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ബേസിക്കലി ഈ പാരൻസിൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ആ വഴിക്ക് അങ്ങനെ പോകുമോ, അല്ലെങ്കിൽ ആ കുട്ടി വഴി തെറ്റി പോകുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറേ കമൻസും കുറേ ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടായി. ബേസിക്കലി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ കമ്പ്യൂട്ടർ നോളജ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉതകുന്ന, അവർക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒരു പ്രൊഫഷനിലേക്ക് എങ്ങനെ വഴിതിരിച്ചു വിടാം എന്നതിനെ കുറിച്ചിട്ടാണ്. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ജോലിക്ക് പോവുകയാണെങ്കിലും, നിങ്ങൾ ഒരു റിസപ്ഷനിസ്റ്റ് ജോലി തൊട്ടിട്ട് ഒരു കമ്പനിയുടെ GMO CEO അങ്ങനെയുള്ള ഏത് ജോലിക്ക് പോവുകയാണെങ്കിലും കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിലൂടെ ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് തീർച്ചയായും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏത് വിഭാഗം, ഏത് മേഖലയിലായാലും കമ്പ്യൂട്ടർ നോളജ് കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസ് തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് കുട്ടികളിലെ കമ്പ്യൂട്ടർ അഭിരുചി നമുക്ക് മനസ്സിലാക്കാം എന്നതാണ്. അപ്പം അതിന് നമുക്ക് കുട്ടികൾ ഒബ്സർവ് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഏതാണെന്ന് നോക്കുക. ആ യൂട്യൂബ് ചാനലുകളിൽ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് നോക്കുക. അതേപോലെ തന്നെ കുട്ടികൾ കമ്പ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടോ ഉപയോഗിക്കുമ്പോൾ അവരതിൽ കാണിക്കുന്ന കുസൃതികളായിരിക്കാം ചില സമയങ്ങളിൽ അവർ തന്നെ അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ വഴിതിരിച്ച് വിടാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്കിത് സയൻറ്റിഫിക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയ കോഴ്സുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല അക്കാഡമീസിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് അക്കാഡമീസിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ചിലപ്പോൾ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ ശനി ഞായർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ പഠിച്ച് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരുപാട് കോഴ്സസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ആ കോഴ്സസിനെ ഈ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ കുട്ടികളെ ആ വഴിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സസ് ആണ് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് റോബോട്ടിക്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. റോബോട്ടിക്സിൻ്റെ വളരെ 1 മാസത്തെയോ 2 മന്ത്സിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും AI വേണം എന്നുള്ളതൊരു ഒരു ഫാഷനാണ്. അതേപോലെ തന്നെ കുട്ടികളിലേക്കും ഈ AIയുടെ കാര്യങ്ങൾ നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ വലുതായി വരുമ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിപ്പിക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 1 മാസത്തെയും 2 മാസത്തെയും വീക്കെൻഡ് കോഴ്സസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിട്ടുള്ള പല അക്കാഡമീസ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന കോഴ്സിൻ്റെ ഓപ്ഷൻസ് ആണ് അനിമേഷൻ കൊടുക്കാം, കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് കൊടുക്കാം, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് കൊടുക്കാം. അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സസും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ കുട്ടികളെ ഇപ്പോൾ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു ടോപ്പിക് കൊടുത്ത് അവർക്ക് വലിയൊരു സമ്മർദ്ദം ഉണ്ടാകണം എന്നല്ല, പകരം ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് ഈ കുട്ടികൾക്ക് ഇതിനോട് അഭിരുചി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ഈ കുട്ടികളിലേക്ക് ഇതിൻ്റെ സ്കിൽസ് നർച്ചർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കോഴ്സസ് വലിയ പഠന ഭാരമില്ലാതെ തന്നെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമുക്ക് വീഡിയോ എഡിറ്റിംഗ് കുട്ടികളെ പഠിപ്പിക്കാം, വെബ് ഡിസൈനിങ് പഠിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ കുട്ടികളെ പഠിപ്പിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കുട്ടികളുടെ ഇപ്പോൾ അവർ സ്കൂളിൽ പോകുന്നതിന് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ട്യൂഷനോ സ്പോർട്സോ അങ്ങനെ എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ കൂടിയും അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വീക്കെൻഡ് ദിവസങ്ങളിൽ, അതായത് ശനിയോ ഞായറോ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ 2-2.5 മണിക്കൂറിൻ്റെയോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ചില കോഴ്സുകൾ ഈവൻ 1 മാസം കൊണ്ടോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി
സാധാരണ രീതിയിൽ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ഈ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 10,000-ഓ 15,000-ഓ ചിലവാകുമോ എന്നുള്ളതല്ലേ നിങ്ങളുടെ ചോദ്യം. അപ്പോൾ അവിടെയും കേരള ഗവൺമെന്റ് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് കേരള ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പല കമ്പ്യൂട്ടർ സെന്റേഴ്സും ഇതുപോലെ കുട്ടികൾക്ക് സഹായകരമാവുന്ന 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഫിനിഷ് ചെയ്യാവുന്ന ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 500-800 രൂപയ്ക്കാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, വെറും 500-800 രൂപയ്ക്കാണ്. അതായത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വരുന്ന ബില്ലിന്റെ ആ വിലയ്ക്കാണ് ഓരോ കോഴ്സസും ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, ഒരു 5ാം ക്ലാസ് കഴിഞ്ഞാൽ +2 വരെയോ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിയുന്ന കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കോഴ്സുകളാണ്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, നമ്മളൊരു 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ കമ്പ്യൂട്ടറിൽ അഭിരുചി മനസ്സിലാക്കിയിട്ട് ആ കമ്പ്യൂട്ടറിൽ അഭിരുചി ഉണ്ടോ എന്ന് ആദ്യം നോക്കി അത് ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ നമുക്ക് വഴിതിരിച്ചു വിടാൻ ഇതുപോലെ ചെറിയ ചെറിയ കോഴ്സസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കേരള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഈ സ്റ്റഡി സെൻറ്റേഴ്സ്, കമ്പ്യൂട്ടർ സ്റ്റഡി സെൻറ്റേഴ്സ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സെൻറ്റേഴ്സിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കോഴ്സസ് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ കുട്ടികൾ എങ്ങനെയാണ് കോഴ്സസിൽ പെർഫോം ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മികവുറ്റ, അതായത് നമ്മൾ പറയുന്നത് ഇൻഡെപ്ത് നോളജ് നൽകുന്ന കോഴ്സസ് നമുക്ക് അവർക്ക് ഭാവിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഒരു അഭിരുചി കണ്ടുപിടിച്ച് ആ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഈ കുട്ടികൾ 20-21 വയസ്സാകുമ്പോഴേക്കും തന്നെ ഒരു എക്സ്പേർട്ട് ആവാനും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ലൈഫിൽ പെട്ടെന്ന് അവർക്ക് സെറ്റിൽ ആവാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാരൻസും ഇത് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ കുട്ടികൾക്ക് ഏത് മേഖലയിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ മേഖലയിൽ തന്നെ കുട്ടികളെ ചേർക്കാനും ശ്രമിക്കുക. ഈ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതുവരെ താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.